അപ്പോൾ എല്ലാവർക്കും ലഡാക്ക് യാത്രയുടെ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ്. ഇവിടെ നിന്നും നമ്മൾ നേരെ ലഡാക്കിൽ നിന്നും മണാലിക്കാണ് യാത്ര പോകുന്നത്. അവിടെ നിന്നും ആഗ്ര പോയി താജ്മഹലും കൂടെ കണ്ടിട്ടായിരിക്കും നമ്മുടെ യാത്ര അവസാനിക്കുക. ഏകദേശം 4000 കിലോമീറ്ററോളമാണ് നമ്മളെ നാട്ടിലേക്ക് ഇനിയുള്ളത്. ഇവിടുത്തെ പെട്രോൾ പമ്പുകളിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത്. നമ്മുടെ ക്യാഷ് ഡെബിറ്റ് ആവണമെങ്കിൽ ഇവിടുന്ന് റേഞ്ച് കിട്ടണം. റേഞ്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൈയും പൊന്തി നിൽക്കേണ്ടി വരും. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടുന്ന് പൈസ എല്ലാം ഡെബിറ്റ് ആകുന്നത്. നമ്മുടെ നാട്ടിലുള്ള പെട്രോൾ പമ്പുകൾ പോലെയല്ല, മേൽക്കൂര ഒന്നുമില്ലാത്ത പെട്രോൾ പമ്പുകളാണ് ഇവിടെ ഉള്ളത്. ലഡാക്കിൽ കാണാൻ പറ്റിയത് ഒത്തിരി നല്ല കാഴ്ചകളും ഒത്തിരി നല്ല മനുഷ്യരെയും കൂടിയാണ്. എന്തെന്ന് വെച്ചാൽ ഷോപ്പുകളിലും പെട്രോൾ പമ്പുകളിലുള്ള എല്ലാവരും തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനോഭാവമാണ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ലഡാക്കിൻ്റെ പ്രദേശത്ത് നിന്നും മണാലി വരെ എത്താൻ ഏകദേശം 400-450 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു കിലോമീറ്ററിൽ ഒരിടത്തും തന്നെ പെട്രോൾ പമ്പുകളോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പെട്രോളും തന്നെ ഇവിടെ നിന്ന് ശേഖരിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെ ഒരുപാട് നേരത്തെ ട്രൈ ചെയ്യലിന് ഒടുവിൽ നമ്മുടെ പൈസ ഡെബിറ്റ് ആയിട്ടുണ്ട്. ലഡാക്കിൽ നിന്നും മണാലിയിലേക്കുള്ള റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ട് തന്നെയാണ്. ഫുള്ളും പൊടിയാണ്. അതുകൊണ്ട് തന്നെ കറുത്തിരുന്ന ഞങ്ങളുടെ ജാക്കറ്റ് രണ്ടും തന്നെ നല്ല വെള്ള കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഫുള്ളും പൊടിയാണ്. റോഡെല്ലാം ഏകദേശം നല്ല റോഡുകളുണ്ടെങ്കിലും നിലവിലിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന നല്ല റോഡിൽ കൂടെയാണ്. പക്ഷേ ഒരുപാട് റോഡില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. നിലവിൽ നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള റോഡിൽ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അകലെയായിട്ട് ഒരുപാട് മലനിരകളും ലാൻഡ്സ്കേപ്പുകളും ഒക്കെ തന്നെ കാണാൻ കഴിയും. ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി അത് എത്ര തന്നെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത അത്രയും മനോഹരം തന്നെയാണ്. സത്യം പറഞ്ഞാൽ വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ എത്തിപ്പെട്ടതുപോലെയാണ് ചില സ്ഥലങ്ങൾ കാണുമ്പോഴെല്ലാം തോന്നുന്നത്. ചൊവ്വയിലൊക്കെ ചിലപ്പോൾ ഇതേ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ കണ്ടാൽ മൂടൽമഞ്ഞ് പോലെ തോന്നിക്കുമെങ്കിലും ഇത് പൊടിയാണ്. ഈ ഒരു പൊടിയിൽ കൂടിയാണ് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് വണ്ടികളും എല്ലാം പോയി നമ്മൾ മണാലി എത്തുമ്പോഴത്തേക്കും വലിയൊരു ചെളിക്കുണ്ടായി മാറുമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് പൊടിയാണ്. വിസിബിലിറ്റിയൊക്കെ നല്ല കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തിൽ ശ്രദ്ധിച്ച് വേണം നമ്മുടെ യാത്ര ഈ ഒരു റൂട്ട് കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അടൽ ടണൽ എത്തിയിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ ഈ ഒരു ടണൽ കഴിഞ്ഞിറങ്ങുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ മണാലിയിലേക്കാണ്. മണാലിയിൽ ഇപ്പോൾ നിലവിൽ മഞ്ഞ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരുപാട് ട്രക്കിംഗ് ഓപ്ഷനുകളും ഒരുപാട് പച്ചപ്പും ഹരിതാപയും ഒക്കെയാണ് നമ്മുടെ മണാലിയിൽ കാത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മണാലിയിലെത്തി. മണാലിയിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത ട്രക്കിങ്ങാണിത്. ജോഗിനി ഫാൾസിലേക്കാണ് നമ്മൾ ട്രക്കിങ് ചെയ്തത്. ജോഗിനി ഫാൾസ് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. നമ്മുടെ 96 മൂവിയിൽ ലൈഫ് ഓഫ് റാം എന്ന് പറയുന്ന ആ ഒരു സോങ്ങിൻ്റെ അകത്ത് വിജയ് സേതുപതി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു സീനിക്കായിട്ടുള്ളൊരു സീനാണ്. ആ ഒരു സീന് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ജോഗിനി ഫാൾസ്. മണാലിയിലാണ് ഈ ഒരു ജോഗിനി ഫാൾസ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള ട്രക്കിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. മഞ്ഞൊന്നും ഇല്ലാത്ത നല്ല മനോഹരമായ പച്ചപ്പാർന്ന കാഴ്ചകൾ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു മണാലി കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ജോഗിനി ഫാൾസിലേക്കുള്ള ട്രക്കിങ്ങിന് ഇടയിൽ നിരവധി വലിയ മരങ്ങളെയും പൈൻ മരങ്ങളെയും ചെറിയ ചെറിയ കാടുകളെന്ന് പറഞ്ഞാൽ പറ്റില്ല, വലിയ വലിയ കാടുകളും ഒക്കെ തന്നെ കാണാൻ പറ്റും. ഒട്ടനവധി മൃഗങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ കരടി പോലത്തുള്ള മൃഗങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ജോഗിനി ഫാൾസ് നിൽക്കുന്ന ഈ ഒരു പ്രദേശം. ഇതാണ് ഞാൻ പറഞ്ഞ ജോഗിനി ഫാൾസ്. എന്താ അടിപൊളിയല്ലേ! ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത്. നമുക്ക് ഇനി നടന്ന് അതിൻ്റെ അകത്തേക്കൊക്കെ കയറാം. ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് ആ ഒരു മൂവിയിലെ ആ ഒരു പാട്ടിൻ്റെ കുറേ സീനുകളൊക്കെ എടുത്തത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ. അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കൂടിയാണ്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാൽ സമ്പന്നമാണ് മണാലി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ജോഗിനി ഫാൾസ്. ആ ഒരു മൂവിക്ക് ശേഷം ഒരുപാട് പേരാണ് ഈ ഒരു ജോഗിനി ഫാൾസ് കാണാൻ വേണ്ടി എത്തുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ആയിട്ട് ആ ഒരു
ഫിലിം കണ്ട് മാത്രം ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി പേര് പരിചയപ്പെടുകയും ചെയ്തു. നല്ല അടിപൊളി തണുപ്പുള്ള വെള്ളം തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഈ ഒരു വെള്ളത്തിന്. കുളിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു നിരാശയുണ്ട്. ഒത്തിരി പേര് ഇവിടെ നിന്ന് കുളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. കുളിക്കാൻ പറ്റിയില്ല എങ്കിലും നല്ലൊരു വിഷ്വലും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് ജോഗിനി ഫാൾസ്. എത്രത്തോളം മനോഹരമാണെന്ന് ഈ ഒരു വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആരെങ്കിലുമൊക്കെ മണാലിയിൽ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. ഈ നവംബർ ഡിസംബർ ആ ഒരു മാസങ്ങളിലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ നല്ല തണുത്തുറഞ്ഞ ഒരു ജോഗിനി ഫാൾസിനെ കാണാൻ പറ്റും. ഞാനും അടുത്തൊരു പ്രാവശ്യം തണുത്തുറഞ്ഞ ഒരു ജോഗിനി ഫാൾസ് കാണാൻ വേണ്ടി എത്തും. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു പാട്ടാണ് മനസ്സിൽ മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് ഓഫ് റാം എന്ന് പറയുന്ന ആ ഒരു സോങ്. അതുമാത്രമല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവിയും കൂടിയാണ് 96. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ വൈബിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് തന്നെ. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സോങ് കൂടിയാണ് ആ ഒരു സോങ്. അതുമാത്രമല്ല നമ്മളെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു മൂവി കൂടിയാണ് 96, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന് പറയുന്ന മൂവികളെല്ലാം. ജോഗിനി ഫാൾസിലോട്ട് ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് നിരവധി ആപ്പിൾ തോട്ടങ്ങൾ. ഈ ഒരു ആപ്പിളെല്ലാം തന്നെ അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് ആ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് അവർ ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലനിർത്തിയിരിക്കുന്ന ആപ്പിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ലഡാക്ക് പോലെയല്ല, ലഡാക്കിൽ നമുക്ക് പറിക്കാനൊന്നും അനുമതിയില്ലായിരുന്നു, എങ്കിലും നമ്മൾ പറിച്ചു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒത്തിരി ആപ്പിൾ നമ്മൾ പറിക്കുകയുണ്ടായി. ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ഫുഡായിട്ട് എടുത്തത് ഈ ഒരു ആപ്പിൾ തന്നെയാണ്. പറിക്കാൻ സീനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കയറി പറിച്ചു. കള്ളന്മാര് എടാ മതി ആള് എടാ താഴേക്ക് വീണ് കിടക്കുന്നുണ്ട്. ഈ ഒരു ആപ്പിൾ തോട്ടം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പറിക്കരുത്, അത് പിടിച്ചാൽ ഫൈൻ ഇടും എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ബോർഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് എത്ര വേണോ പറിക്കാം, എത്ര വേണോ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാം, ഒരു സീനുമില്ല. അങ്ങനെ ഞങ്ങളുടെ കേരള ടു ലഡാക്ക് യാത്രയുടെ അവസാന സ്ഥലമായ നമ്മുടെ താജ്മഹൽ എത്തിയിട്ടുണ്ട്. മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും താജ്മഹൽ. അങ്ങനെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന താജ്മഹലും കണ്ട് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഫീലിങ്സാണ് ഇവിടെ നിന്നപ്പോൾ കിട്ടിയത്. താജ്മഹലിനെ കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അത്രയേറെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫിൽ ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചാൻസ് കിട്ടുമ്പോൾ ഈ ഒരു താജ്മഹൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അത് തന്നെ രാവിലെ വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതലും നല്ല സീനിക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.